ദീപാവലിക്ക് പിന്നാലെ ഡൽഹിയിൽ വായുമലിനീകരണം കടുത്തു. പല പ്രദേശങ്ങളിലും അന്തരീക്ഷ വായു നിലവാര സൂചിക 400-ഉം 500-ഉം വരെ കടന്നു. അതായത് മനുഷ്യ ശരീരത്തിന് ഹാനികരമായ അവസ്ഥ. ദിവസവും ഏകദേശം 10 സിഗരറ്റ് വലിക്കുന്നതിന് സമമാണിത്. അന്തരീക്ഷത്തിലെ PM2.5-ന്റെ അളവും അപകടകരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഈ കണികകൾ മനുഷ്യന്റെ രക്തത്തിൽ നേരിട്ട് കലർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രായമായവരെയും കുട്ടികളെയുമാകും ഇത് ആദ്യം ബാധിക്കുക. എന്തായാലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഡൽഹിയിൽ ക്ലൗഡ് സീഡിംഗ് ഉടൻ നടപ്പിലാക്കും. ഈ മാസം 29-നാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒക്ടോബർ 28 മുതൽ 30 വരെ ഡൽഹിക്ക് മുകളിൽ മേഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതായി പരിസ്ഥിതി മന്ത്രി പറഞ്ഞു. ക്ലൗഡ് സീഡിങ്ങിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. IIT കാൺപൂരിൽ നിന്ന് ഡൽഹി വരെയാണ് ഇത് നടന്നത്. വിമാനത്തിന്റെ പ്രകടനം, ഉപകരണങ്ങളുടെ പ്രവർത്തനം, സുരക്ഷാ പ്രോട്ടോക്കോളുകൾ എന്നിവയും വിലയിരുത്തി കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ പതിവാണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ക്ലൗഡ് സീഡിംഗ് നടപ്പാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം IIT കാൺപൂർ ഇത് നടപ്പാക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും സാധിച്ചിരുന്നില്ല. 2023 ഡിസംബറിൽ പാകിസ്ഥാനിലെ ലാഹോറിൽ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടുണ്ട്. ഇത് കാരണം അവിടുത്തെ വായു നിലവാര സൂചിക 300-ൽ നിന്ന് 189 IQA ആയി താഴ്ന്നു. സമാനമായി ഡൽഹിയിലെ വായു നിലവാര സൂചികയിൽ മാറ്റം വരുത്തുകയാണ് സർക്കാർ ലക്ഷ്യം. എന്നാൽ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ പാളിപ്പോകാനും സാധ്യതയുണ്ട്. എന്താണ് ഈ ക്ലൗഡ് സീഡിംഗ്? പരിശോധിക്കാം. അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തുന്ന പ്രക്രിയയാണ് ക്ലൗഡ് സീഡിംഗ്. മേഘങ്ങളിൽ നടക്കുന്ന സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി സൃഷ്ടിക്കുന്നു. സിൽവർ അയഡൈഡ്, പൊട്ടാസ്യം അയഡൈഡ്, ഡ്രൈ ഐസ് എന്നിവയുടെ മിശ്രിതമാണ് സാധാരണയായി ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇവ ജലബാഷ്പത്തെ ആകർഷിക്കുകയും മേഘങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. സാധാരണയായി ഈ രീതിയിലൂടെ മഴ പെയ്യാൻ ഏകദേശം 30 മിനിറ്റ് സമയമെടുക്കും. വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചാണ് ഈ രാസവസ്തുക്കൾ മേഘങ്ങളിലേക്ക് തളിക്കുന്നത്. കുറഞ്ഞത് 100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 1 മുതൽ 1.5 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള പ്രക്രിയയാണിത്. 500 മുതൽ 6000 മീറ്റർ വരെ ഉയരത്തിലാകും രാസവസ്തുക്കൾ സ്പ്രേ ചെയ്യുക. എന്നാൽ കാലാവസ്ഥാ വകുപ്പ് കൃത്യമായി മേഘങ്ങളുടെ സ്ഥാനം, ഉയരം, ഈർപ്പം, കാറ്റിന്റെ ദിശ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചാൽ മാത്രമേ ഇത് ചെയ്യാനാകൂ. എന്നാൽ ഇതിന് ചില വെല്ലുവിളികളുമുണ്ട്. കൃത്രിമ മഴയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മണ്ണ്, ജലം, ജലജീവികൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഉയർന്ന സാന്ദ്രതയിൽ ഈ രാസവസ്തുക്കൾ ശ്വസന പ്രശ്നങ്ങൾക്കോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കോ എല്ലാം കാരണമായേക്കാം. ഒപ്പം ഒരു പ്രദേശത്ത് കൃത്രിമമായി മഴ പെയ്യിക്കുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ സ്വാഭാവിക മഴചക്രത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് മറ്റ് സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായ വരൾച്ചയ്ക്കോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനോ ഒക്കെ വരെ കാരണമാവുകയും ചെയ്യും. എന്തായാലും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ക്ലൗഡ് സീഡിങ്ങിന് അനുമതി നൽകിയിട്ടുണ്ട്. കാത്തിരിക്കാം എന്താകുമെന്ന്.